ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സൽവാറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സൽവാറിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഓരോ കട്ടിങ്ങും ഞാൻ കട്ടിങ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ, ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഈ സൽവാറിൻ്റെ ബോഡി പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയ നല്ല വശവുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ക്രോച്ച് ഏരിയ ആണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ആദ്യം ഒരു സൈഡ് എടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു സൈഡ് ഇതുപോലെ തന്നെ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2 സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല വശവുമായി ചേർത്ത് വെച്ചിട്ട് അതും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ക്രോച്ച് ഏരിയ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ വരുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ബെൽറ്റിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ 4ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല വശമായിട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ നോർമൽ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മേളിൽ കൂടി പതിച്ചൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബെൽറ്റിന് എത്ര പീസാണോ കിട്ടുന്നത് ആ പീസെല്ലാം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ബെൽറ്റിൻ്റെ ഈ പീസുകളെല്ലാം കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ ആ ബെൽറ്റിൻ്റെ 2 എൻഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് എത്രയാണോ അവിടെ വിട്ടിരുന്നത്, അപ്പോൾ 1 ഇഞ്ചാണ് ഞാൻ ലൂസിന് വിട്ടിരുന്നത്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അങ്ങനെ എത്രയാണോ വിടുന്നത് അത് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ ഉൾഭാഗത്തേക്ക് ആ പീസ് വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ബെൽറ്റിന് വള്ളി ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് വിട്ടിരുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ 2 ഇഞ്ചിലേക്ക് ഒന്ന് മടക്കിയിട്ട് ആദ്യം ഒന്ന് ഒരു 1/2 ഇഞ്ചിലൊരു ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം നമ്മളൊരു ഫോൾഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ചുറ്റിനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ആ വള്ളി ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആ സ്ഥലത്ത് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ടോ ചെറുതായിട്ടൊരു കട്ട് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വള്ളി ഇട്ട് കൊടുക്കുവാൻ ഈസി ആയിട്ട് വള്ളി ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിൽ ഫോൾഡ് ചെയ്ത സ്ഥലത്ത് വേണം ഇതുപോലൊരു കട്ട് കൊടുക്കുക. അപ്പോൾ ബെൽറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 6 ആണ് നമുക്ക് ബെൽറ്റിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ 6 1/2 കിട്ടിയിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ച് നമ്മുടെ സൽവാറുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസിന് പോകും. അപ്പോൾ കറക്റ്റ് 6 ഇഞ്ച് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബെൽറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 24 ഇഞ്ച് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ബോഡി പാർട്ടുമായിട്ട് ബെൽറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ നമ്മൾ ബെൽറ്റിൻ്റെ ഇത് സെൻട്രലിൽ നിന്ന് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു കട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ ബോഡി പാർട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്രോച്ച് ഏരിയ എല്ലാം സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്നും സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് അതിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു കട്ട് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫ്രിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഒന്നുകിൽ ഫ്രണ്ടിൽ നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത് ഫ്രണ്ടിൽ വേണമെങ്കിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രോച്ച് ഏരിയ വരുന്ന ഭാഗത്ത് ഫ്രില്ലിടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇപ്പോൾ കട്ട് ചെയ്ത് അവിടെ നിന്നും ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അതെങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം എടുക്കുക. അപ്പോൾ ബെൽറ്റ്
ഇത് നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് വരുന്നത് വിഡ്ത്ത് വരുന്നത് 24 ഇഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വരുന്നത് 42 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നതിൽ ഈ 42ൽ നിന്നും 24 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ചിനെ രണ്ട് സൈഡിലേക്കും നമുക്ക് ഒരു 9 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മളത് ഫ്രില്ലിട്ട് കൊടുക്കുക. ഫ്രില്ലിട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സൈഡിലേക്കും വീണ്ടും ഒരു 2-3 ഫ്രിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ 18നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും 9 ഇഞ്ച് വെച്ചിട്ടാണ് ഇപ്പം മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 18 കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ബെൽറ്റിന് ആകെ വേണ്ടത് 24 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിന് 24 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ 2-3 ഫ്രിൽസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറഞ്ഞ ഫ്രിൽസ് കിട്ടുന്നതെങ്കിൽ നമുക്കതൊന്ന് അഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് രണ്ട് വശത്തുനിന്നും നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ഇഞ്ചിൻ്റെ വിട്ട് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ഇഞ്ച് വെച്ചിട്ടാണ് ഈ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ 9 ഇഞ്ച് കട്ട് ചെയ്ത ആ വശത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇത് സെൻട്രലിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു സൈഡിലാണ് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഫ്രിൽസ് ഇട്ടിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ആ പോർഷൻ വരെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക ആദ്യം. അപ്പോൾ രണ്ട് സൈഡും ഇപ്പോൾ ഒരു സൈഡ് ഞാനിതുപോലെ 1 ഇഞ്ചിൻ്റെ ഒരു ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബെൽറ്റുമായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതുപോലെ കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ അത് നമുക്ക് കുറച്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലും ഈക്വലായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ 2 ഫ്രില്ല് വീതം രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ബെൽറ്റുമായിട്ട് നോക്കാം. ഈക്വലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്തെടുക്കുക. ഇനി അതുമല്ല നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റിച്ച് അഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് ഫ്രില്ലിട്ട് കൊടുത്തു. ഇനി നമുക്ക് ബെൽറ്റുമായിട്ടൊന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം ക്രോച്ച് ഏരിയ ആയിട്ട് വെച്ചിട്ട് വേണം ഇത് ചുറ്റിനും നമുക്കൊന്ന് ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ബെൽറ്റ് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബോട്ടം സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബോട്ടം സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ താഴ്ഭാഗത്ത് ഞാനൊരു 2 ഇഞ്ചിൻ്റെ ഒരു പീസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു ലെങ്ത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പീസ് നമുക്കിവിടെ താഴ്ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബെൽറ്റിൻ്റെ 2 ഇഞ്ചിൻ്റെ ഒരു പീസ് ക്ലോത്ത് എടുത്തത് ഒരു ക്യാൻവാസ് ഷീറ്റ് നല്ല അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വിട്ടതിന് ശേഷം വേണം ക്യാൻവാസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ബോട്ടം സൈഡ് അത് ഈ ക്യാൻവാസ് ഷീറ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രണ്ടും നല്ല വശമായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് ഈ ക്യാൻവാസ് ഷീറ്റും അതുപോലെ തന്നെ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ ഇപ്പത്തെ സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ക്ലോത്ത് ആയിരുന്നെങ്കിലും നമുക്കിതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് പ്രിൻ്റഡ് ആയതുകൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഇതിലൊരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിതുപോലെ ഏത് വേണേൽ ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഡിസൈൻ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറുതെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് കാലിൻ്റെ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്രോച്ച് ഏരിയ അത് ഒരുപോലെ വെച്ചിട്ട് നമ്മൾ ഫുള്ളൊന്ന് നമ്മുടെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് എത്രയാണോ ലൂസിങ്ങിന് വേണ്ടിയിട്ട് വിട്ടത് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 1 ഇഞ്ച് 1.5 ഇഞ്ചാണ് ലൂസിങ്ങിന് വിട്ടത്. അപ്പോൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം നമ്മൾ ഈ ക്രോച്ച് ഏരിയ വരുമ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസേ ആകാൻ പാടുള്ളൂ. ഇനി താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ മാർക്കിങ് ചെയ്തിട്ട് ആ മാർക്കിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം സ്റ്റിച്ചിങ് നിർത്തുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സൽവാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ബെൽറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 52 ഇഞ്ചിൻ്റെ ഒരു ബെൽറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബെൽറ്റ് നമ്മൾ ഈ ഹോളിട്ട് കൊടുത്ത ആ വസ്തു കൂടി ഒരു പിന്നിൻ്റെ ഹെൽപ്പോടു കൂടി നമുക്കിതിൻ്റെ അറ്റാച്ച് ചെയ്തെടുക്കാം ബെൽറ്റിൽ. ഓക്കെ, അപ്പം നമ്മൾ ബെൽറ്റിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്രോച്ച് ഏരിയ കിട്ടുന്നത് 16.5 ലെങ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തേക്കുന്ന 40 ഇഞ്ചായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് 40 ഇഞ്ചിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സൽവാറിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.